ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂണിറ്റ് 6 പാർട്ട് 9 ലേണിംഗ് തിയറി അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ലേണിംഗ് തിയറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഡേവിഡ് ഓസുബെൽ അദ്ദേഹത്തിൻ്റെ മീനിങ് വെർബൽ ലേണിംഗ് തിയറി ഓഫ് മീനിങ് വെർബൽ ലേണിംഗ് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേര്. ഡേവിഡ് ഓസുബെൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് തിയറി ഓഫ് മീനിങ് വെർബൽ ലേണിംഗ് തിയറി. അപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ അടിസ്ഥാനത്തിൽ ടു ലേൺ മീനിങ് ഫുള്ളി ഒരാൾ നന്നായി പഠിക്കണമെങ്കിൽ വൺ മസ്റ്റ് റിലേറ്റ് ന്യൂ നോളജ് ടു വാട്ട് ഈ ഓൾറെഡി നോസ്. ഒരു പുതിയ നോളജ് ഒരാൾ എന്ത് ചെയ്യണം, ഓൾറെഡി അയാൾക്ക് എന്താണോ അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരാശയം. ഓരോ സയൻറ്റിസ്റ്റിനും ഓരോ സൈക്കോളജിസ്റ്റിനും ഓരോ ആശയങ്ങളാണ്. ഇദ്ദേഹം പറയുന്നത് പുതിയ ഒരു നോളജ് നമ്മൾ പഠിക്കണമെങ്കിൽ ഓൾറെഡി എന്താണോ അയാൾക്ക് അറിയുന്നത് അത് അയാൾ എന്ത് ചെയ്യണം, ഇതിനോട് റിലേറ്റ് ചെയ്യണം. അക്കോർഡിംഗ് ടു ഹിം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഈസ് വാട്ട് ദ ലേണർ ഓൾറെഡി നോസ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അത് പഠിച്ചാൽ ഈ ഓസുബെലിൻ്റെ തിയറി നമുക്ക് എഴുതാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വാട്ട് ദ ലേണർ ഓൾറെഡി നോസ്. എന്താണ് ഈ ലേണറിന് ഓൾറെഡി അറിയുന്നത്. ആ അറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് പുതിയ നോളജിനെ കണക്ട് ചെയ്താൽ ഇയാൾക്ക് പുതിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മീനിങ് ഫുള്ളി പഠിക്കാൻ പറ്റും. The theory claims that new concepts to be learned can be incorporated into more inclusive concepts or ideas. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ പൊല്യൂഷനെ കുറിച്ച് പഠിക്കുക. പൊല്യൂഷനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പൊല്യൂഷൻ എന്ന് നമുക്ക് കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിഞ്ഞ അറിവിനെ നമുക്ക് പുതിയ അറിവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെ ടൈപ്പിലാണ് പൊല്യൂഷൻ ഉള്ളത്, എന്തൊക്കെയാണ് പൊല്യൂട്ടൻസ്, എന്തൊക്കെയാണ് പൊല്യൂഷന് കാരണമാണ്, അതൊക്കെ നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പൊല്യൂഷൻ എന്ന ഒരു അറിവ് നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പുതിയ അറിവുകളുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ പഠിക്കാൻ പറ്റും. അതാണ് ഓസുബെലിൻ്റെ ഈ ഒരു തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇദ്ദേഹം ഇതിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞാൽ വെർബൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രസൻറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലെസൺ that preview and structure the new material and link it to the learner's existing knowledge. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പാഠം പഠിക്കാൻ വേണ്ടി പോവാണ്. ആ പാഠത്തിൻ്റെ തുടക്കത്തിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം പോലെ ഒരു സാധനം കാണാം. ഈ പാഠത്തിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. മലിനീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആമുഖമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ദേ ആർ ഇൻട്രൊഡക്ടറി ഐഡിയാസ് ഓഫ് എ ജനറൽ നേച്ചർ ദാറ്റ് ആർ റോഡ് ഇനഫ് ടു കവർ ഓൾ ദ ഇൻഫർമേഷൻ ടു ബി ലേൺഡ്. ആ പാഠത്തിൽ പഠിക്കാനുള്ള എല്ലാ കാര്യത്തിൻ്റെയും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള കാര്യം ഈ ആമുഖത്തിൽ കൊടുക്കും. അത് ശരിക്കും പറഞ്ഞത് അവിടെ കിട്ടാൻ വേണ്ടി പോകുന്ന ഇൻഫർമേഷൻ്റെ ഒരു തുടക്കമാണ്. സോ ദ അഡ്വാൻസ് ഓർഗനൈസർ പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ ന്യൂ കണ്ടന്റ്. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഇതാണ്. ഒരു പുതിയ അറിവിൻ്റെ തുടക്കത്തിൽ എന്താണോ അതിനെ നമുക്ക് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഇൻട്രൊഡക്ഷനാണ് ശരിക്കും അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. സോ ദീസ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ ന്യൂ കണ്ടന്റ് ആൻഡ് പ്രിപ്പയർസ് ദ ലേണർ ഫോർ വാട്ട് വിൽ ഫോളോ. എന്താണ് ഇനി ഫോളോ ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്ന് ആ ലേണറിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന തുടക്കം, ആമുഖം, അതാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പാഠം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ശരിക്കും വായിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അത് വായിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന അറിവുകളെ നമുക്ക് പുതിയ അറിവുകളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി രണ്ട് രീതിയിലുള്ള ടൈപ്സ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, രണ്ട് രീതിയിലുള്ള അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ഉണ്ട്. ഒന്നാമത്തത് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ്. എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ദാറ്റ് serve to make appropriate prerequisite knowledge available to the learner
by providing new information are called expository organisers or expository advanced organisers. or expository advanced organisers എന്ന് പറയുന്നത് ഒരു ലേണറിന് നമുക്ക് പുതിയതായ നോളജ് കൊടുക്കുകയാണ്. മേക്ക് അപ്രോപ്രിയേറ്റ് പ്രീ റിക്വസിറ്റ് നോളജ്, അതാണ് പറയുന്നത്. പ്രീ റിക്വസിറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അറിവ് പഠിക്കുന്നതിന് ആവശ്യമായ പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള ചില അറിവുകൾ അവിടെ കൊടുക്കുകയാണ്. ബൈ പ്രൊവൈഡിങ് ന്യൂ ഇൻഫർമേഷൻ, ചില ന്യൂ ഇൻഫർമേഷനുകളൊക്കെ കൂട്ടി പ്രീ റിക്വസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നോളജുകളെയാണ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് കമ്പാരിറ്റീവ് ഓർഗനൈസേഴ്സ്. കമ്പാരിറ്റീവ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത് that serve to build external connections with the existing knowledge. external connections with existing knowledge, നമ്മുടെ നിലവിലുള്ള നോളജും എക്സ്റ്റേണൽ ആയിട്ടുള്ള നോളജും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്പാരിറ്റീവ് ഓർഗനൈസേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ that is relevant to the new information by reminding the learner about prior knowledge are called comparative organisers. ഈ ഒരു ആമുഖത്തിൽ ശരിക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ ലേണറിന് അയാളുടെ മുൻപത്തെ പ്രയർ നോളജ് ഉണ്ടാവും. ആ ഒരു നേരത്തെയുള്ള നോളജിനെ കുറിച്ച് ഇയാളെ എന്ത് ചെയ്യാണ്? റിമൈൻഡ് ചെയ്യാണ്. ഓക്കെ, ഇനി മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്. അപ്പോൾ ഓസുബലിൻ്റെ അഭിപ്രായത്തിൽ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ഈസ് ദ അക്വിസിഷൻ ഓഫ് ഐഡിയാസ് ദാറ്റ് ആർ ലിങ്ക്ഡ് ടു അതർ ഐഡിയാസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ഐഡിയകൾ അക്വയർ ചെയ്യുക, നേടുക, ലിങ്ക്ഡ് ടു അനദർ ഐഡിയാസ് ഓർ അതർ ഐഡിയാസ്. അപ്പോൾ പുതിയ ഐഡിയകളെ നേരത്തെ ഉള്ള ഐഡിയകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു സബ്സംഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സബ്സംഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് സബ്സംഷൻ നടക്കുന്നത്. എന്താണ് സബ്സംഷൻ? അതിൻ്റെ ടൈപ്പുകൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സബ്സംഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് സബ്സംഷനാണ്. when the new information is derived from the already existing mental structure, the process of derivative subsumption takes place. ഓൾറെഡി നമുക്ക് അറിയുന്ന നമ്മുടെ നോളജ്, ആ നോളജ് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും പുതിയ നോളജ് ഉടലെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിനാണെങ്കിൽ മമൽസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. സസ്തനികൾ എന്താണെന്ന് അറിയാം. അപ്പോൾ സസ്തനികളെക്കുറിച്ചൊരു പാഠം നമ്മൾ വായിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ മനസ്സിലേക്ക് ഹോസ്, ടൈഗർ എന്നൊക്കെ വരികയാണ്. സസ്തനികൾ ഏതൊക്കെയെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇത് ഡെറിവേറ്റീവ് സബ്സംഷനാണ്. ഓൾറെഡി നമ്മുടെ അറിവ് ഇത് കണക്ട് ചെയ്യലോടുകൂടി നമ്മുടെ അറിവിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. രണ്ടാമത്താണ് കോറിലേറ്റീവ് സബ്സംഷൻ. കോറിലേറ്റീവ് എന്ന് പറയുന്നത് when the new information requires that the existing structure be altered. നിലവിലുള്ള അറിവുകളെ നമുക്കൊന്ന് ആൾട്ടർ ചെയ്യണം, മാറ്റണം. ഉദാഹരണത്തിന് ഇപ്പോൾ മമ്മൽസിനെ നമുക്കറിയാം, സസ്തനികൾ ഏതൊക്കെയാണെന്ന് അറിയാം. പക്ഷേ കൂടുതൽ ടൈപ്സ് ഓഫ് ഓർ കൈൻഡ്സ് ഓഫ് മമ്മൽസ് എന്തൊക്കെയാണ്, വിവിധ തരത്തിലുള്ള സസ്തനികൾ എന്ന് നമുക്ക് ഒന്നും കൂടി പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ സസ്തനികൾ എന്താണെന്ന് പഠിച്ചു, അറിയുന്ന വാക്കുകളും അല്ലെങ്കിൽ സസ്തനികളും നമ്മുടെ കയ്യിലുണ്ട്. അതറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യും? അതിനെ കോറിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ പഠിക്കും. അതാണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഓസുബലിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്. മീനിങ് ഫുൾ വെർബൽ ലേണിങ്ങിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില തത്വങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ തത്വമാണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു പ്രിൻസിപ്പിളാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഓർഡർ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഹാസ് ടു ബി പ്രസൻറ്റഡ് ടു ദ ലേണർ ഫോർ മീനിങ് ഫുൾ റിസപ്ഷൻ. അപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഓസുബൽ ബിലീവ്സ് കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ ദ മോസ്റ്റ് ജനറൽ, മോസ്റ്റ് ഇൻക്ലൂസീവ് കോൺസെപ്റ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ്. അതായത് ഒരു വിഷയത്തെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും ജനറലായ,
ഏറ്റവും ആധികാരികമായ വിഷയങ്ങളെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് സമയത്തെക്കുറിച്ച് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം എന്നത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം എന്നൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്, എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്കെല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണുള്ളത്. എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് ഒരേ സമയമാണ്. ഇത് വായിക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് അറിയുന്ന വിഷയങ്ങളായിരിക്കും. ഇത് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ സമയം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ പ്രാധാന്യം അതെങ്ങനെ ലാപ്സായി പോകുന്നതൊക്കെ പിന്നീട് പഠിപ്പിക്കാവൂ. അപ്പോൾ ഈ രീതിയിലേക്ക് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളായിരിക്കണം ആദ്യം എന്ത് ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ. സോ ദിസ് ഈസ് ഇൻ വിച്ച് ക്രോസ് ലിങ്കേജസ് ആർ ഫോംഡ് and new interrelationships are established between concepts in the cognitive structure. നമ്മൾ പുതിയ ഒരു ഐഡിയ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ ഐഡിയയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അത് ബന്ധിപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിലുള്ള ഐഡിയ നമ്മൾ പഠിക്കുമ്പോൾ ആ ഉള്ള ഐഡിയയും പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുതിയ നോളജുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒന്നാമത്തിന് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്, രണ്ടാമതായിട്ടുള്ളത് നേരത്തെ അറിയുന്ന കാര്യങ്ങൾ പുതിയ കാര്യങ്ങളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത്, മൂന്നാമത്തതാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്. വെൻ ന്യൂ കോൺസെപ്റ്റ്സ് ആർ കൺസ്ട്രക്റ്റഡ് ദാറ്റ് പുൾസ് ടുഗദർ and integrates large domains of knowledge that were not previously recognized as intimately related. എന്നിട്ട് എന്താ ചെയ്യുന്നത്, പുതിയ നോളജ് നാം കൺസ്ട്രക്റ്റ് ചെയ്താൽ അതിനെ പുൾസ് ടുഗദർ, അത് പുൾ ചെയ്തുകൊണ്ട് പുതിയ ഡൊമൈൻ ഓഫ് നോളജ് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തതിൽ പുതിയ നോളജും പഴയ നോളജിനെയും നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇല്ലാത്ത നോളജുകളെ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്നാണ് അതിനെ പറയുന്നത്. നേരത്തെ പഠിച്ചത് തന്നെ പോരല്ലോ, അപ്പോൾ പുതിയതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ നോളജുകൾ എന്ത് ചെയ്യും, കൂടി വരും. ആൻഡ് ലാസ്റ്റ് വൺ കോമ്പിനേറ്റോറിയൽ ലേണിംഗ്. കോമ്പിനേറ്റോറിയൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് എ പ്രോസസ് by which the new idea is derived from another idea that is neither higher or lower in the hierarchy. അതായത് നമ്മൾ പുതിയ ഒരു ഐഡിയ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറാർക്കി, ഇതിൻ്റെ ശ്രേണിയിൽ ഒന്ന് കൂടുതലോ ഒന്ന് കുറവോ വരാൻ പാടില്ല. ഓക്കെ, അതായത് ഏത് ലെവലിലാണോ നമ്മൾ നേരത്തെ നോളജ് ഉണ്ടായത് അതേ ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ നോളജിനെയും നമ്മൾ മൈൻഡിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ നേരത്തെ ഉള്ളത് മതി, അല്ലെങ്കിൽ ഇതിന് കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മതി എന്നുള്ളതല്ലേ. എന്തുമാത്രം അറിവ് നേരത്തെ നമ്മുടെ കയ്യിലുണ്ടോ അതേ ഹൈറാർക്കിയിൽ തന്നെ നമ്മൾ പുതിയ നോളജിനെയും എന്ത് ചെയ്യാണ്, മനസ്സിലേക്ക് കയറ്റുകയാണ്. ഇതാണ് 4 പ്രധാനമായും ഓസ്ബെലിൻ്റെ ഈ ഒരു ലേണിംഗ് തിയറിയിലുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്.